ഹായ് മകളെ, നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം, മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കെമിസ്ട്രി പ്രാക്ടിക്കലിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ലാബിൽ എന്തൊക്കെ ടൈപ്പ് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിരുന്നു, അതിൽ ഏതൊക്കെ സാധനങ്ങൾ നമ്മുടെ റെക്കോർഡ് ബുക്കിൽ എഴുതണം, അതേപോലെ എക്സാമിൽ 40 മാർക്കാണ്, ആ 40 മാർക്കിൻ്റെ ഡിവിഷൻ എങ്ങനെയാണ്, അതിന് അവസാനമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും, ഇതാണല്ലോ നിങ്ങളുടെ മെയിൻ സംശയം. അതൊക്കെ നമ്മളിവിടെ തീർക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഒരു കാര്യം പറയുന്നു, മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കണം. കാരണം ഒന്നും കിട്ടാത്ത ഒരുപാട് മക്കളുണ്ട്, അവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ എജുപോർട്ടിൻ്റെ +2 ചാനലിലോട്ട് കയറുക, അതിൽ പ്ലേലിസ്റ്റിലോട്ട് പോവുക. പ്ലേലിസ്റ്റിൽ കുറച്ച് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കെമിസ്ട്രി പ്രാക്ടിക്കൽസ്. അതിൻ്റെ മുകളിലായിട്ട് ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് എല്ലാം അവൈലബിൾ ആണ്. കേരളത്തിൽ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഇതുപോലൊരു സംഭവം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് എജുപോർട്ടിന് മാത്രം അവകാശപ്പെട്ടാണ്. മക്കളെ കൃത്യമായിട്ട് പഠിച്ചോ, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ലാബിൽ 160 മാർക്കാണ്, ലാബിൽ 160 നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും. 100% കോൺഫിഡൻസ് ഞാൻ പറയാനുണ്ട് മക്കളെ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഓരോ വീഡിയോൻ്റെ താഴത്തുള്ള കമൻസുകളൊന്ന് വായിച്ചു നോക്കുക. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരുപാട് കമൻസ് ഉണ്ട്. കാരണം ഒന്നും അറിയാത്തവർക്ക് ഫുൾ മാർക്ക് കിട്ടിയ ചരിത്രം വരെ ഉണ്ട് മക്കളെ. അതൊക്കെ നമ്മൾ അറിഞ്ഞ ആളുകളാണ്. സോ നിങ്ങളും എക്സാം കഴിഞ്ഞിട്ട് വരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മുടെ റെക്കോർഡ് ബുക്കിൽ ടോട്ടൽ 6 എണ്ണമാണ് കാണേണ്ടത്. നിർബന്ധമായിട്ടും 6 എണ്ണം കണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിൽ കിട്ടേണ്ട 4 മാർക്കിൽ നിന്നിങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ 6 എക്സ്പെരിമെൻറ്റ്സ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആയിട്ട് വരണം. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ആസിഡിൻ്റെയോ ബേസിൻ്റെയോ അല്ലെങ്കിൽ പൊട്ടാഷ്യം പെർമാഗ്നേറ്റിൻ്റെയോ എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതിൽ അസിഡിമെട്രിയിൽ 2 എണ്ണം നമ്മൾ എഴുതണം, ആൽക്കലിമെട്രിയിൽ 2 എണ്ണം എഴുതണം, അതേപോലെ പെർമാഗ്നോമെട്രിയിൽ 2 എണ്ണം എഴുതണം. പൊതുവെ നമുക്ക് എക്സാമിന് വെക്കുന്നുണ്ടാവുക, മോസ്റ്റ് ഓഫ് ദ സ്കൂളുകളിൽ വെക്കുന്നുണ്ടാവുക അസിഡിമെട്രി ആയിരിക്കും. ചില സമയങ്ങളിൽ അതിൻ്റെ കൂടെ ആൽക്കലിമെട്രിയും വരാറുണ്ട്. ഒരുപാട് ബാച്ചുകളുള്ള സ്കൂളുകളിൽ അസിഡിമെട്രിയും ആൽക്കലിമെട്രിയും വെക്കാറുണ്ട്. വളരെ റെയർ ആയിട്ട് മാത്രം നമ്മൾ എന്ത് വെക്കാറുള്ളത്, പെർമാഗ്നോമെട്രി വെക്കാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അസിഡിമെട്രി എന്ന് പറയുമ്പം എസ്റ്റിമേഷൻ ഓഫ് ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആണ്, ആൽക്കലിമെട്രി എസ്റ്റിമേഷൻ ഓഫ് ആസിഡ് ആണ്, പെർമാഗ്നോമെട്രി എസ്റ്റിമേഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ആണ്. സോ അതുമായി ബന്ധപ്പെട്ട് ടോട്ടൽ 6 എക്സ്പെരിമെന്റ് ഓരോന്നിലും 2 എണ്ണം വീതം റെക്കോർഡിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, എയിം, അതിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ പാർട്ട്, ടേബുലേഷൻ, ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ക്വാളിറ്റേറ്റീവിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ടൈപ്പാണ് ക്വാളിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പം ഒരു ആനിയോണിൻ്റെ, ഒരു കാറ്റയോണിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രസൻസ് ആണ്, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ആണ് നമ്മൾ ക്വാളിറ്റേറ്റീവിൽ. എമൗണ്ട് ആണ് ക്വാണ്ടിറ്റേറ്റീവിൽ. അപ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ടും 2 എക്സ്പെരിമെൻറ്റ്സ്. സോൾട്ട് അനാലിസിസ്. ഒരു സാൾട്ട് തരും, അതിലെ ആനിയോണും കാറ്റയോണും കണ്ടുപിടിക്കുക. നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ എത്ര എണ്ണം വേണം, 8 എണ്ണം വേണം. 8 സാൾട്ടിൻ്റെ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. സാൾട്ടിലെ ആനിയോണിൻ്റെയും കാറ്റയോണിൻ്റെയും ജനറൽ റിയാക്ഷൻസ് ഇനീഷ്യൽ നിങ്ങൾ കാണിച്ചിരിക്കാൻ വേണം. അതേപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷന് 5 ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ബുക്കിൽ വേണം. ഇത് എഴുതിയവരുണ്ടാവും, എഴുതാത്തവരുണ്ടെങ്കിൽ മക്കളെ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുക, എഴുതിക്കോളുക. റെക്കോർഡിന് കിട്ടുന്ന 4 മാർക്ക് വെറുതെ കളയരുത്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്സ്. ഇനി എക്സാമിന് ഉണ്ടാവുക, നോക്കിക്കോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് അസിഡിമെട്രി ആവാം, ആൽക്കലിമെട്രി ആവാം, അല്ലെങ്കിൽ പെർമാഗ്നോമെട്രി ആവാം ഒരു എക്സ്പെരിമെന്റ്. അതേപോലെ സാൾട്ട് അനാലിസിസ്. ഒരു സാൾട്ട് തരും, അതിൽ ആനിയോണും കാറ്റയോണും കണ്ടുപിടിക്കുക. ഇത് ചോദിക്കൂല. അപ്പോൾ എക്സാമിന് എത്ര ചെയ്യാനുണ്ടാവുള്ളൂ, സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് 2 എണ്ണം മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. ഏതൊക്കെയാ, ഒന്ന് ടൈട്രേഷൻ അല്ലെങ്കിൽ വോളിമെട്രിക് അനാലിസിസ്, രണ്ടാമത്തെ എന്താ, സോൾട്ട് അനാലിസിസ്. സെറ്റാണല്ലോ, റെഡി. ഇനി അതിൻ്റെ മാർക്കിംഗ് സ്കീമാണ് നമ്മൾ പറഞ്ഞത്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീം കേട്ടോ. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീമാണ്. മാർക്കിംഗ് സ്കീം ടോട്ടൽ മാർക്ക് 40 ആണെന്ന കാര്യം സംശയമില്ല. അതിൽ റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടും 4 മാർക്ക്. ഓക്കെ, ബാക്കി 36 മാർക്ക് ഞാനിവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ. നിങ്ങൾ എക്സാമിന് കയറുന്ന സമയത്ത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ കാണാം, എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ് ഡാഷ്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ NaOH കൊടുക്കുകയാണ്, ഒരു ബേസ്. In the whole of the given solution, തന്നിരിക്കുന്ന സൊല്യൂഷനിൽ you are provided with a standard solution of HCl containing 3.7 gram per liter. ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവും. എന്നിട്ട്
നിങ്ങൾ അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ബ്രീഫ്ലി റൈറ്റ് ദി പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഓഫ് അബൌട്ട് ടൈട്രേഷൻ. ഈ ഒരു ടൈട്രേഷന്റെ NOHും HClലും തമ്മിലുള്ള ആ ഒരു ടൈട്രേഷന്റെ പ്രിൻസിപ്പിൾ കെമിക്കൽ ഇക്വേഷൻ ചെയ്താൽ അതേപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്ത് ചെയ്യുക, ഒന്ന് ചെറുതായി നോട്ട് ചെയ്യുക. അത് ചെറുതായി നോട്ട് ചെയ്യുമ്പോൾ ബ്യൂററ്റിൽ എന്ത്, പിപ്പറ്റിൽ എന്ത്, ഇൻഡിക്കേറ്റർ എന്ത്, അതേപോലെ കളർ ചേഞ്ച് എന്ന് നോട്ട് ചെയ്താൽ മതി. ദെൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വേർഡ്സിലും കൂടി എഴുതി കൊടുക്കുക. അതിന് എത്ര മാർക്കാണ് കിട്ടുക? 3 മാർക്ക്. അതാണ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ. അത് നിങ്ങൾ ലാബിൽ കയറുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ഹാൾ ടിക്കറ്റ് നമ്പറും രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇതാണ് എഴുതേണ്ടത്. ആദ്യം ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ഈ ഒരു പ്രിൻസിപ്പിളും പ്രൊസീജിയർ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അത് പക്ക ശരിയാണെങ്കിൽ 3 മാർക്ക് കിട്ടും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ വോളിമെട്രി ചെയ്യും അല്ലെങ്കിൽ സാൾട്ട് ചെയ്യും. വോളിമെട്രിക്ക് 15 മാർക്കാണ്, സാൾട്ടിന് 16 മാർക്കാണ്. സോ 15, 16, 31, 31, 3, 34, 34, 4, 38. ബാക്കി വൈവക്ക് 2 മാർക്കാണ് കേട്ടോ. ഓക്കെ, 38 2 40 മാർക്ക്. സോ അവിടെ വൈവ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാബുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ചെയ്ത ആ ഒരു സാൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വോളിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളോ ഉണ്ടായിരിക്കുക. അതിന് ഉത്തരം ശരിയാണെങ്കിൽ 2 മാർക്ക് കിട്ടും. മിനിമം 1 മാർക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീം. വൈവയുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് വച്ചിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. സോ വോളിമെട്രിക്ക് 15, സോൾട്ടിന് 16, വൈവക്ക് 2 മാർക്ക്, പ്രിൻസിപ്പൾ ആൻഡ് പ്രൊസീജിയർ 3 മാർക്ക്, റെക്കോർഡിന് 4 മാർക്ക്, ടോട്ടൽ 40 മാർക്ക്. സെറ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഒന്നെങ്കിൽ എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ് ഏതെങ്കിലും ഒരു ബേസ്. അപ്പോൾ നമുക്ക് തരുന്നത് എന്തായിരിക്കും? ആസിഡും അതിൻ്റെ മാസും. ഇനി അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ് ഏതെങ്കിലും ഒരു ആസിഡ്, തരുന്നത് എന്തായിരിക്കും? ഒരു ബേസും അതിൻ്റെ മാസും. ഇനി അതല്ലെങ്കിലോ എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, തരുന്നത് ഒന്നെങ്കിൽ ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ മോർ സാൾട്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ്. ഇതിന് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഈ തന്നിരിക്കുന്ന സാധനത്തിൻ്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒന്നെങ്കിൽ ടൈട്രേഷൻ ചെയ്യണം അല്ലെങ്കിൽ സാൾട്ട് ചെയ്യണം. സാൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ സാൾട്ടിലെ ആനിയോണും കാറ്റോണും കണ്ടുപിടിക്കുക. അതിൻ്റെ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ, അതിൽ വേണ്ട സാധനങ്ങൾ പ്രിലിമിനറി അനാലിസിസ്, അതേപോലെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ആനിയോൺ, കൺഫർമേറ്ററി ഓഫ് ആനിയോൺ, ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് കാറ്റോൺ, കൺഫർമേറ്ററി ഓഫ് കാറ്റോൺ. ഇത്രയും ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 16 മാർക്ക് കിട്ടുള്ളൂ. സോ മക്കളെ ഇത്രേ പറയാനുള്ളൂ. ഡു വെൽ, സ്റ്റഡി സ്മാർട്ട്, യു ക്യാൻ, യു വിൽ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. മറക്കണ്ട, എല്ലാ കൂട്ടുകാരിലേക്കും അയച്ചു കൊടുക്കുക. എല്ലാ സാധനങ്ങളും നമ്മുടെ എജുപോർട്ടിൻ്റെ +2 ചാനലുണ്ട്, കൂടെയുണ്ട് എജുപോർട്ട്. മറക്കണ്ട. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.